ഹായ് കൂട്ടരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾ അറിഞ്ഞ കാണുമല്ലോ, നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി കോട്ടന്റെ നൈറ്റുകൾ സെയിൽ തുടങ്ങിയ കാര്യം. സാരി ഓർഡർ തന്നെ വരൂ കേട്ടോ. അപ്പം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ തന്നെ അന്ന് തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള നൈറ്റുകളായതുകൊണ്ട് സംതിങ് കഴുത്തിലൊക്കെ സംതിങ് വർക്കും അതുപോലെ പഫ് സ്ലീവും ഒക്കെ ആയതുകൊണ്ട് അന്ന് തന്നെ അതെല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ ഇട്ട കളക്ഷൻ മുഴുവൻ അന്ന് തന്നെ സെയിലായി. അപ്പം പുതിയ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഓൾറെഡി വിളിച്ചു പറഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോൾ അതെല്ലാം നമ്മുടെ വാട്സപ്പിൽ, ഈ വാട്സപ്പ് ആണ് നമ്മുടെ ഈ വാട്സപ്പിന്റെ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിടാം വിത്ത് ഫോട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ തരാം. ഇഷ്ടപ്പെട്ട കളറും മോഡലും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ നൈറ്റികളുടെ പ്രത്യേകത വെച്ചാൽ ഫ്രോക്ക് നൈറ്റി എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ ആണ്, പ്യുവർ കോട്ടണിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് അതിനൊരു പഫ് സ്ലീവും കഴുത്തിൽ സംതിങ് ഒരു വർക്കൊക്കെ കൊടുക്കുമ്പോൾ വലിയൊരു കോളർ, ലൈറ്റ് ആയിട്ടുള്ള ഒരു വി കോളർ ഒക്കെ കൊടുക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് എങ്ങത്തം കൊണ്ടുവരും, കുറച്ച് ഏജ് കുറവ് തോന്നും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ. ഒത്തിരി ഓർഡർ വന്നു, കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ഇന്ന് കളക്ട് ചെയ്യുന്നതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ആഡ് ചെയ്തേക്കാം. അപ്പൊ വൈകുന്നേരം വരുമ്പോൾ തന്നെ അത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇത് മാത്രമല്ല, നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ബോഡി മോയ്സ്ചറും കസ്തൂരി മഞ്ഞളും ഒക്കെ ഭയങ്കര ഡിമാൻഡുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. പിന്നെ നമുക്ക് ഗീയും ഒത്തിരി പ്രൊഡക്റ്റുകൾ വരെയുണ്ട്. എല്ലാം അറിയണമെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഹെൽത്ത് പ്രൊഡക്റ്റുകളും, കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും പിന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനുള്ളതും എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള. അപ്പം നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വരൂ. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ ഇടാം, ആഡ് ചെയ്തിടാം കാറ്റലോഗില് വാട്സപ്പിന്റെ. അപ്പൊ ശരി, നമുക്ക് അന്നേരം കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ സൂപ്പർ ക്വാളിറ്റി കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ അടുത്ത കളക്ഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് നിങ്ങൾ ഓർഡർ തന്നോളൂ. അപ്പൊ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാണ്, വാട്സപ്പിലേക്കാണ് വരേണ്ടത്. അവിടെ കാറ്റലോഗിൽ ഞാൻ എല്ലാ ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എനിക്ക് മെസ്സേജ് ഇടുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് പരിചയപ്പെടാം. സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടന്റെ ഫ്രോക്ക് നൈറ്റീസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഫ്രോക്ക് നൈറ്റീസ് ഇഷ്ടം പോലെ കിട്ടും. എന്നാൽ നല്ല ബോഡി ഷേപ്പ് ഉള്ളതും നല്ല ഭംഗിയുള്ളതും പഫ് വെച്ച സ്ലീവ് ഒക്കെ ഉള്ളതും കഴുത്തിൽ കുറച്ച് എന്തെങ്കിലും ഒരു വർക്കൊക്കെ ഉള്ളതും അങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു എന്താ പറയാ എങ്ങത്തം വരിക, കുറച്ചൊരു ഏജ് ഒക്കെ കുറവ് തോന്നുക. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, നമ്മൾ ഇച്ചിരി ഒരു കുട്ടിത്തമായി അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരും, കളവികളാണെങ്കിലും. പക്ഷെ ആ കാണുന്നവർക്കാണെങ്കിലും ഇവരെന്തായി കുഞ്ഞു ഉടുപ്പിട്ട് നടക്കുന്ന അങ്ങനെ തോന്നത്തുമില്ല. കാരണം ഇതൊരു ഫ്രോക്കാണ്, ആ കൂടെ തന്നെ നൈറ്റിന്റെ ഒരു ലുക്കും കൂടിയാണ്. അപ്പൊ നമുക്ക് ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും സമാധാനത്തോടെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റി. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതുപോലെ ഒരു വള്ളി കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് ലൂസ് ആയിട്ട് വേണമെങ്കിൽ കെട്ടാം, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് കെട്ടണമെങ്കിൽ ഭയങ്കര കുറച്ച് നല്ല ബോഡി ഷേപ്പ് വേണമെങ്കിൽ ടൈറ്റ് ആയിട്ട് കെട്ടാം, അങ്ങനെ ഒരു രീതിയിൽ. അല്ലെങ്കിൽ ഈ വള്ളി കഴിച്ചിട്ടാൽ അതും ഓക്കെ ആണ് കേട്ടോ. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ വള്ളി കൂടി കൊടുത്തേക്കുന്നതുകൊണ്ട് അതൊരു ഭംഗിയായിട്ട് ഒരു ഷേപ്പും കൂടി ആയിട്ട് അങ്ങനെ വരുകയും ചെയ്യും. അല്ലെ തന്നെ ഈ നൈറ്റിക്ക് നല്ല ബോഡി ഷേപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്. ആ കൂടെ ഒരു വള്ളിയും കൂടി കൊടുത്തേക്കുന്നതുകൊണ്ട് അതൊരു എക്സ്ട്രാ ഭംഗിയാകും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ ഫ്രോക്ക് നൈറ്റി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഓരോ നൈറ്റി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ കളക്ഷനിൽ ഓരോന്ന് എനിക്ക് തന്നെ എടുത്താലോ എന്ന് എനിക്ക് തോന്നും. പക്ഷെ ഇത്രയും പൈസ ആയതുകൊണ്ട് മാത്രം നമ്മളിത് സെയിലിലേക്ക് ഇടുന്ന കേട്ടാ. എല്ലാത്തിനും ഇപ്പൊ എടുത്തു വെക്കാൻ പറ്റുമോ? അങ്ങനെ ഡ്രസ്സ് നമുക്ക് മേടിച്ചു കൂട്ടാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത് നോക്കിയേ, ഓരോന്നിനും എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കി. ഈ റെഡ് കളറൊക്കെ അല്ലേ, അടിപൊളിയല്ലേ, അടിപൊളി കളറ്, അങ്ങനെ അടിപൊളി. അപ്പൊ ഞാൻ ഓരോന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് അത് അതുപോലെ തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഈ ചെയറിലേക്ക് മടക്കി വെക്കാം. ഇതിപ്പം ഞാൻ കവറിൽ നിന്ന് എല്ലാം കൂടി പൊട്ടിച്ച് ഇവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റിങ് കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് ഫീഡിങ് മദറിനും കൂടി ഉള്ളതാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫീഡിങ് ടോപ്പ് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ട് സിപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും. ആ രീതിയിലാണിത്. ബാക്കിയെല്ലാം സെയിം തന്നെ, പഫിന്റെ സ്ലീവാണ്. ആ ഒരു രീതിയിൽ തന്നെ നല്ല ഷേപ്പിലൊക്കെ തന്നെയാണ്. ഈ ടൈ ഉണ്ട്, എല്ലാം ഉണ്ട്. ആകെയുള്ള വ്യത്യാസം അത് ഫീഡിങ് മെത്തഡിനും കൂടി യൂസ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് ഹൈഡ് ചെയ്തിട്ടാണ് ആ സിപ്പ് കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ. ഇനി അടുത്ത് കാണാം. എന്തൊരു ഭംഗിയാ, ഒരേ കളറില് നല്ല ബ്രൈറ്റ് കളറുകളാണ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പേഴ്സണലി. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങൾക്കും അതൊക്കെ തന്നെയായിരിക്കും ഇഷ്ടം. നമുക്ക് കുറച്ച് ബ്രൈറ്റ് കളറൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം അല്ലേ. ഡൾ കളർ ഉപയോഗിക്കുന്നേക്കാളും അതല്ലേ രസം, ഒരു പോസിറ്റിവിറ്റി കൂടുതൽ പോലെ തോന്നും അല്ലേ. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നൈറ്റിയാണ്. നല്ല രസമില്ല, നല്ല കളർഫുൾ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നത്. പക്ഷെ പൂക്കളൊക്കെ വെള്ള അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് എനിക്കിഷ്ടം. പക്ഷെ ഡ്രസ്സുകൾ എനിക്കിങ്ങനെ നീല, പച്ച, ചുമപ്പ് ഇങ്ങനെ കളറുകൾ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ ഇത്. അടുത്ത അതിന്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ, മെറൂണും ബ്ലൂവും. നേരത്തെ നമ്മൾ കണ്ടത് ബ്ലൂവും മെറൂണും അല്ലേ, അടിപൊളിയല്ലേ, അടിപൊളി. എന്ത് രസമല്ലേ.
എല്ലാം ഇട്ട് ഓരോ ദിവസം ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ നൈറ്റ് തന്നെ ആക്കിയാലോ, ഫ്രോക്ക് നൈറ്റ് തന്നെ ആക്കിയാലോ എന്ന് വരെ എനിക്ക് തോന്നി തുടങ്ങി. നല്ല രസം. ഓ, ഈ പിങ്കും ബ്ലാക്കും ഒരു രക്ഷയില്ലല്ലേ, അമേസിങ്. എന്ത് ഭംഗിയല്ലേ, അടിപൊളി. കേട്ടോ എന്ത് ഭംഗിയായിട്ടാ ആ ഒരു ഫ്രില്ലും ഈ ഒരു എന്താ പറയാ കഴുത്തിലുള്ള ഇതും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഈ ടൈപ്പിന് കുറച്ച് ലെന്ത് കൂടുതലുണ്ട്, പക്ഷെ ഫ്രോക്ക് തന്നെയാണ്. കാണാമല്ലോ നിങ്ങൾക്ക്, കുറച്ച് ലെന്ത് ഉണ്ട്. ഇതിപ്പോ ഫുൾ സൈസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണം, അങ്ങനെ തോന്നണം, കുറേ കൂടി കാലിന് ഇറക്കത്തിൽ വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇത് കുറച്ച് ഫ്രോക്ക് തന്നെയാണ്, എല്ലാം സെയിം ആണ്. ടൈ ഉണ്ട്, കൈ എല്ലാം അതുപോലെ തന്നെ ഇലാസ്റ്റിക് വെച്ചിട്ട് പഫ് സ്ലീവ് ആണ്. എല്ലാം കുറച്ച് നീളം ബാക്കിയുള്ള ഫ്രോക്കിനേക്കാളും ഇച്ചിരി കൂടെ കൂടുതലുണ്ട്. പക്ഷെ അടിപൊളിയാണ്, നല്ല പ്യോർ കോട്ടൺ ആണ്. അതിന്റെ തന്നെ വേറെ ഒരു കളർ കോമ്പിനേഷൻ ആണിത്. ഒരു സമയത്ത് ചുരിദാറിനൊക്കെ ഈ തുണി ഭയങ്കര ഇതായിരുന്നു, നമുക്ക് ടോപ്പ് തയ്ക്കാനൊക്കെ അടിപൊളിയായിട്ട് റൺ ചെയ്തൊരു മെറ്റീരിയലായിട്ട്. നല്ല കോട്ടന്റെ അടിപൊളിയായിട്ട് നടക്കാൻ നല്ല സുഖമാണ്, അടിപൊളിയാണ്. ഓക്കെ, എല്ലാം സെയിം ആണ്. അപ്പൊ ഇച്ചിരി ഇറക്കം കൂടുതൽ വേണം എന്നുള്ളവർക്ക്, ഫ്രോക്കിൽ തന്നെ ഇറക്കം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇത് ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നല്ലല്ലേ, ചുങ്കിടീന്റെ ഒരു കട്ടിയുള്ള ചുങ്കിടി കോട്ടൺ. ഇതിന്റെ 3 കളറിന്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ, ഈ ചുങ്കിടി കട്ടിയുള്ള ഈ കോട്ടന്റെ കേട്ടോ. അതേപോലെ തന്നെ ഇത് കണ്ട അടിപൊളിയായിട്ട് വള്ളിയുണ്ട്, അതുപോലെ പഫ് സ്ലീവും ഒക്കെ തന്നെയാണ്, അടിപൊളിയാണ്. റെഡിന്റെ കൂടുതൽ കളക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് കുറച്ചും കൂടി ഭംഗി കൂടുതൽ തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ അജ്രക്കിന്റെ മോഡൽ, അതിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ ആണിത്. അജ്രക്കിൽ തന്നെ പല ക്വാളിറ്റിയുള്ള കോട്ടൺസ് ഉണ്ട്, അതില് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ, അടിപൊളിയല്ലേ. ഇത് ഞാനിപ്പോ ഈ ഇട്ടിരിക്കുന്നില്ലേ, ഈ ടോപ്പിന്റെ തന്നെ വേറൊരു വെർഷൻ കേട്ടോ, വേറൊരു കളർ ചേഞ്ച്. നല്ല രസമില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ ഒരു കളർ പാറ്റേൺ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. നമുക്ക് കുറച്ച് വണ്ണം കുറവൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ക്രോസ് ലൈൻ ആ ഒരു രീതിയിലുള്ളത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലേ, നല്ലതല്ലേ. പിന്നെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നതിന്റെ സെയിം പാറ്റേണും അവൈലബിൾ ആണ് കേട്ടോ, അതും എന്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ചെറിയ ചേഞ്ച് ഉണ്ട് അല്ലേ, അത്രേ ഉള്ളൂ. എന്നാലും അടിപൊളിയാണ്. അതിന്റെ ആ ഒരു കളർ പാറ്റേൺ ഇത് തന്നെയാണ്, അടിപൊളിയാണ്. ഇതെങ്ങനെയുണ്ട് കൂട്ടുകാരെ, നല്ല തീ റെഡ് ആണ് കേട്ടോ, അടിപൊളിയല്ലേ. റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടം കേട്ടോ. ഇങ്ങനെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നൈറ്റീസ് ഇങ്ങനെ ഇടാൻ എനിക്ക് ഇഷ്ടമാണ്, അടിപൊളിയല്ലേ. ഫ്രോക്കും കൂടി ആകുമ്പോൾ അത് നല്ലൊരു നല്ലൊരു ടോപ്പ് ഇട്ട ഒരു ഫീലാണ്. നല്ലൊരു ചുരിദാറിന്റെ ടോപ്പ് മേടിച്ചിട്ട് ഇത്രയും ചെറിയ പൈസക്ക് നമുക്ക് അങ്ങനെ ഒരു ഡ്രസ്സ് വീട്ടിൽ, അത് കോട്ടൺ, ഒട്ടും നമുക്ക് ചൂട് തോന്നത്തില്ല, വേർപ്പൊക്കെ അങ്ങ് അബ്സോർവ് ചെയ്തോളും, അതുപോലെയാണ്. ഇത് നല്ല കളറല്ലേ, മെറൂൺ ഒത്തിരി പേർക്ക് ഇഷ്ടം, അതാണ് ഞാൻ കുറച്ച് മെറൂൺ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. ഇത് അടിപൊളിയല്ലേ. പിന്നെ കളർ കുറവുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ വയലറ്റ് കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് കളർ എടുത്ത് കാണിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്തു അതും കുറച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. ഇതെങ്ങനെയുണ്ട്, റെഡ് ചേരില്ലേ നമുക്ക്? റെഡ് എല്ലാവർക്കും ചേരുമല്ലേ, എല്ലാ കളറുകാർക്കും ചേരും, നല്ലല്ലേ. ഓരോന്നും രസമല്ലേ, ഓരോന്നും ഇപ്പം ഓരോന്നിനും ഓരോന്ന് അങ്ങ് എടുത്താലോ എന്ന് തോന്നും. ഇഷ്ടപ്പെട്ട പാറ്റേൺ. അപ്പൊ ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോളർ പോലെയുള്ള ഒരു വി നെക്ക് പോലെയുള്ള ഈ ഒരു രീതിയിലുള്ളത് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് പോലെ കുറച്ചും കൂടി ബ്രൈറ്റ് കളറുകളും സെലക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വരുന്ന കളക്ഷൻ ആ ഒരു രീതിയിലുള്ളതായി. ഇതെന്ത് രസമല്ലേ, ഇത് ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറായിരുന്നു ഇത്. ബ്ലൗസ്, പാവാട അങ്ങനെയൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു കളറ്. അധികം ഡ്രസ്സൊന്നും നമുക്ക് മേടിച്ചു തരത്തില്ല, കൊല്ലത്തിൽ 1-2 ഡ്രസ്സൊക്കെയാണ്. അതിൽ തന്നെ ഈ ഒരു കളറൊക്കെ കിട്ടാൻ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കളറല്ലേ, ഇതിട്ടാൽ നമുക്ക് ഒരു പ്രത്യേകമായിട്ട് നമ്മള് ഇച്ചിരി തിളങ്ങി നിൽക്കും പോലെ ഒരു ഫീൽ ഉണ്ട് അല്ലേ, കുറച്ച് അടിപൊളിയല്ലേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട കളറ്. പിന്നെ ഈ ഡോട്ട്, അതൊരു പ്രത്യേകത അല്ലേ, അടിപൊളിയല്ലേ. അങ്ങനത്തെ ഇത് കുറെ ഉണ്ടല്ലോ ഈ ഡോട്ടിന്റെ രീതിക്കുള്ള പാവാടകള്, ബ്ലൗസുകള്, എസ്പെഷ്യലി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലേ, അങ്ങനത്തെ ഫുൾ പാവാടയാണെങ്കിലും ഹാഫ് പാവാടയാണെങ്കിലും മിഡി ആണെങ്കിലും ഇങ്ങനത്തെ ഡോട്ടിന്റെ ഒരു സമയത്ത് ഭയങ്കര ഒരു നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ എല്ലാവരും ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സായിരുന്നു ഇത്. ഡോട്ട് അടിപൊളി. റെഡിന്റെ കുറെ കളക്ഷൻ ഉണ്ടല്ലേ, പക്ഷെ എല്ലാം വ്യത്യാസമുണ്ട്, മോഡലുകൾ വ്യത്യാസമുണ്ട്, പിന്നെ ഇതിന്റെ പാറ്റേണും വ്യത്യാസമുണ്ട്. ഇത് അജ്രക്കി തന്നെ കുറച്ച് കട്ടിയുള്ള അജ്രക്കിന്റെ കോട്ടൺ തുണിയാണ് കേട്ടോ. അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് വാട്സപ്പിൽ കാറ്റലോഗിൽ കൊടുക്കാൻ ഞാൻ ഫോട്ടോസ്, അവിടെ കയറിയിട്ട് അത് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ അത് നമുക്ക് നേരെ മെസ്സേജിലേക്ക് വരും. എന്നിട്ട് ഇത് ഇന്ന കളറാണ്, ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ആ കൂടെ നമ്മുടെ വേറെ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്, അത് മറക്കണ്ട കേട്ടോ. ബോഡി മോയ്സ്ചറും
കാരണം എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ എന്തെങ്കിലും സാധനം മേടിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെയും കുറേ ചാർജ് തരണ്ടേ. അപ്പൊ അതുകൊണ്ട് മറക്കാതെ മേടിച്ചോളൂ കേട്ടോ. ബാക്കിയുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ ബോഡി മോയ്സ്ചർ, ലിപ് ബാം, ലിപ്സ്റ്റിക് ഒന്നും മറക്കണ്ട കേട്ടോ. ഇതടുത്തത് നല്ല കളറല്ലേ ഇത്. അപ്പൊ ഇത്രയാണ് നമുക്ക്, ഇത്ര എണ്ണത്തിന്റെ ഒത്തിരി എണ്ണങ്ങൾ ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിലേതെങ്കിലും ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പിന്നെ എന്താ പറയാ ഓർഡർ ആയി പോകും. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിന്റെ ഞാൻ ഒരെണ്ണത്തിന്റെ തന്നെ 10-20 എണ്ണം വെച്ച് കളക്ട് ചെയ്തായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഓർഡർ വന്നു, അതെല്ലാം അന്ന് തന്നെ തീർന്നായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം, അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ തന്നെ സെയിം ഞാൻ കുറെ എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എത്രയും പെട്ടെന്ന് ഓർഡർ വന്നോളൂ. അല്ലെങ്കിൽ പിന്നെ അടുത്ത ബാച്ചിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടേ, സ്റ്റിച്ച് ചെയ്ത് കിട്ടണ വരെ വെയിറ്റ് ചെയ്യേണ്ടേ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതുപോലെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കത്തില്ല, ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കത്തില്ല. അടുത്ത എന്താണോ അവർ കോട്ടന്റെ തുണി എടുത്തിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മോഡലുകൾ അതും ആ കൂടെ തന്നെ ബാക്കിയുള്ളതുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വരൂ കേട്ടോ.